പശുവിനെ കൊന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാട്ടിലെ ശിക്ഷ എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ നിന്നും ബീഫും മീറ്റും കയറ്റുമതി ചെയ്യപ്പെടുമ്പോഴാണ് ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് 3 പേർക്ക് ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചത്. കൂടാതെ ഓരോ ആളുകൾക്കും 6 ലക്ഷം വീതം 18 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. രാജ്യത്ത് ആദ്യമായാണ് ഗോവധത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത്. അഹമ്മദാബാദ് അമറേലി സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. 2023 സംഭവം. 3 പേരിൽ നിന്നും പശുമാംസം കണ്ടെത്തിയതോടെ ഇവരെ അറസ്റ്റ് ചെയ്തു. 1 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് കോടതി വിധി പ്രസ്താവിച്ചത്. എന്നാൽ ഇതിനെതിരെ അപ്പീൽ പോവാനാണ് ഇപ്പോൾ പ്രതികളുടെ നീക്കം. അതേസമയം ചരിത്രപരമായ വിധിയെന്ന് പ്രതികരിച്ച് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ പശു സംരക്ഷണത്തിനും ക്ഷേമത്തിനും പ്രതിജ്ഞാബദ്ധമാണെന്നായിരുന്നു ഫിഷറീസ് മന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പശു സംരക്ഷണത്തിനും ക്ഷേമത്തിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് വക്താവ് ജിതു വഖാനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും കേന്ദ്രബിന്ദുവാണ് പശു പോലും. പശുവിനെ കൊല്ലുന്നത് പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒരു ദയയും കാണിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഗുജറാത്തിനെ നടുക്കിയ പല സുപ്രധാന കേസുകളിലും തെളിവില്ലെന്ന് പറഞ്ഞ് പ്രതികളെ വെറുതെ വിടുന്ന കോടതി പശുക്കളോട് കാണിക്കുന്ന ഈ അഗാധമായ സ്നേഹത്തിന് എന്ത് പേരാണ് നൽകുക? ഒരുപക്ഷെ മനുഷ്യനോ നീതിയില്ല, പശുവിനെങ്കിലും നീതി കിട്ടിക്കോട്ടെ എന്ന് കരുതിയാകും അല്ലേ? ആദ്യം ശരിക്കും ഈ ബീഫും മറ്റ് മീറ്റും കയറ്റുമതി ചെയ്യുന്നവർക്കെതിരെയല്ലേ ജീവപര്യന്തം നൽകേണ്ടതെന്ന ചോദ്യമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. 2011 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ് ഗുജറാത്തിൽ ഗോവധത്തിനെതിരെ കർശനമായ നിയമം പാസാക്കിയത്. പിന്നീട് 2017 ഈ നിയമം ഭേദഗതി ചെയ്യുകയും ജീവപര്യന്തം തടവെന്ന വ്യവസ്ഥ കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഗോവധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ 2023 ഗുജറാത്തിലെ തപി ജില്ലാ കോടതി നടത്തിയ വിചിത്രമായ പരാമർശം പറയാതെ വയ്യ. ചാണകം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകൾക്ക് അറ്റോമിക് റേഡിയേഷൻ ഏൽക്കില്ലെന്നും ഒരു തുള്ളി പശുവിന്റെ രക്തം ഭൂമിയിൽ വീഴാത്ത ദിവസം ഭൂമിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമത്രേ. കൂടാതെ മരുന്നിന് ഭേദമാക്കാനാകാത്ത പല രോഗങ്ങളും ഗോമൂത്രത്തിന് ഭേദമാക്കാൻ കഴിയുമെന്നും ജഡ്ജി വിധി പ്രസ്താവിക്കുന്നതിനിടെ പരാമർശിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് അനധികൃതമായി കന്നുകാലികളെ കടത്തിയതിന് ഒരു യുവാവിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ ഈ പരാമർശങ്ങൾ. പശുവിനെ കശാപ്പ് ചെയ്യുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ജഡ്ജി തന്റെ ഉത്തരവിൽ പശു വെറുമൊരു മൃഗമല്ല, നമ്മുടെ അമ്മയാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്.